ചിലർക്ക് പോസിറ്റീവ്സ് പറയാനുണ്ടാവും, ചിലർക്ക് നെഗറ്റീവ്സ് പറയാനുണ്ടാവും. ബട്ട് സ്റ്റിൽ ദ റെലവന്റ് തിങ് ഈസ് ലൈക്ക് ദേ ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ആപ്പിൾ. ആപ്പിളിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെരി ഐക്കോൺ. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഐഫോൺ മേടിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 4 years കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും. ഐഫോൺസ് ഇത്രത്തോളം തരംഗമാകാൻ ഇപ്പോഴത്തെ ഏത് തലമുറ എടുത്താൽ പോലെ എല്ലാവർക്കും ആപ്പിൾ സിസ്റ്റം വേണം. ഐഫോണിന്റെ ഏറ്റവും ആദ്യത്തെ മെയിൻ സാധനം ഇവിടെ ആൻഡ്രോയിഡിന്റെ ഭയങ്കരമായിട്ട് പുറത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ വന്നിട്ട് നിങ്ങളുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. ലൈഫ് സ്കിൽസ് ആണ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. എനിക്ക് കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എനിക്കൊരു ക്രൈസിസ് ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോ അത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി ഫെഡ് അപ്പ്. ഇപ്പൊ ലൈഫ് സ്കിൽസും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ലൈക്ക് നമ്മള് EVSും ജിയോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന പോലെ അതും ഇപ്പൊ ഒരുപാട് സിലബസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം, ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൂടെ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ്, വിഷ്ണു ശ്രീനിവാസ്. ഞാനും വിഷ്ണുവും ഉള്ള പരിചയം പറയുവാണെങ്കിൽ ഞങ്ങള് കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡില് INS വിക്രാന്തിന്റെ ഒരു ഷിപ്പ് ബിൽഡിംഗ് സമയത്താണ് ഞങ്ങൾ ഒരു ടീമിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു പോയിന്റിലാണ്. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ റീകണക്ട് ആകുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 8 വർഷം അല്ലെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ റീകണക്ട് ആകുന്നത്. അപ്പോ ഈ റീകണക്ട് ആകുന്ന സമയത്ത് വിഷ്ണു എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വിഷ്ണു വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആപ്പിൾ കമ്പനിയിലാണ്. വിഷ്ണു വർക്ക് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ സോഴ്സിംഗ് ആൻഡ് സപ്ലൈ മാനേജർ ആയിട്ടാണ്. അപ്പോൾ ആപ്പിളും ഐഫോണും അങ്ങനെ അതിന്റെ ടെക് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും സംബന്ധിക്കുന്ന ഒരു ടോക്കാണ് ഞങ്ങൾ നമ്മുടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ സൈഡിൽ നിന്ന് ആപ്പിളിൽ നടക്കുന്ന കളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഫ്രെയിം അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഐഫോണും ആപ്പിളും ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. പണ്ടേ പോപ്പുലർ ആണ്, അന്ന് അഫോർഡബിലിറ്റി വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി എല്ലാവരും ഐഫോൺ യുഗത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കാതെ ബോറടിപ്പിക്കാതെ വിഷ്ണുവിനെ ഞാൻ ഈ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ എന്റെ ഗസ്റ്റുകളോട് എല്ലാവരും ചോദിക്കുന്ന പോലെ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഒരുപാട് സന്തോഷം ഞാൻ ഇൻവൈറ്റ് ചെയ്തതിലേക്ക്. എനിവേ ഇറ്റ്സ് ബീൻ മോർ ദാൻ 8 years if I'm not mistaken. Wonderful opportunity. This is Vishnu Srinivas. I'm from Cochin, Kerala. I'm currently working as a global supply and sourcing manager at Apple. ഞാൻ ബേസിക്കലി ഒരു പ്രൊക്യൂർമെന്റ് പ്രൊഫഷണൽ ആണ്. എനിക്കറിയില്ല എത്ര പേർക്ക് പ്രൊക്യൂർമെന്റ് എന്ന ടേം സുപരിചിതമാണെന്ന്. പ്രൊക്യൂർമെന്റ് ഈസ് എ ഗ്ലോബൽ ടേം ആക്ച്വലി. വെദർ FMCG, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ്, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോഴ്സിങ്, പർച്ചേസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊക്യൂർമെന്റ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ. ബ്രോഡർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ കോർ പില്ലേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ. സോ യെസ്, ഞാൻ ആപ്പിളിൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. സോ everything is pretty well as of now so far. So yeah. ഓക്കെ. That's all about me. അപ്പം ഈ ഫസ്റ്റ് ചോദ്യം, നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണും. ഞാനൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഈ ജോലിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന ജയന്റ് കമ്പനീസ്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഒരു ജയന്റ് കമ്പനിയാണ്, ആപ്പിൾ ഒരു ജയന്റ് കമ്പനിയാണ്, ഇപ്പൊ NVIDIA ഭയങ്കര പോപ്പുലർ ആണ്. അങ്ങനെ ഒരുപാട് ബ്ലൂ ചിപ്പ് കമ്പനീസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഡ്രീം ജോബ് ഒക്കെ ആയിട്ട് എല്ലാവരും പറയുന്നത്. അപ്പം ആദ്യമായിട്ട് ഈ ഗ്ലോബൽ സപ്ലൈ ആൻഡ് പ്രൊക്യൂർമെന്റ് തീർച്ചയായിട്ടും എനിക്ക് അതിനെ പറ്റിയിട്ട് ചോദിക്കണം. അതിലും കൂടുതൽ എനിക്ക് വിഷ്ണുവിനോട് ചോദിക്കണം എന്ന് തോന്നിയ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ആപ്പിളിലെ ഒരു വർക്ക് ലൈഫ്, എന്താണ് ആപ്പിളിൽ നടക്കുന്നത്? കാരണം ഞാൻ ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന വേറെ ഫ്രണ്ട്സ് എനിക്ക് ആരുമില്ല. അപ്പം ഈ ആപ്പിളിൽ വർക്ക് ചെയ്യുന്നവരുടെ കൾച്ചർ എങ്ങനെയാണ്, ആപ്പിളിന്റെ എന്താണ് ഇപ്പം വലിയ ടെക് ജയന്റിനകത്തുള്ള വർക്ക് കൾച്ചേഴ്സ് എങ്ങനെയാണ്, വിഷ്ണുവിന്റെ വർക്ക് ലൈഫ് എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Yeah, I'm so glad you asked. ആപ്പിളിലെ വർക്ക് ലൈഫ് വളരെ നല്ലതാണ്. I must say that there is a work life balance. ഒരു നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. I'm so glad to say that again. But we are kind of working like 24/7. ഞങ്ങളുടെ വർക്ക് ടെക്നിക്കലി ഒരു 24/7 ജോബ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പാർട്ട് ഓഫ് US പ്രൊക്യൂർമെന്റ് ടീം. സോ എനിക്ക് മൾട്ടിപ്പിൾ സൈറ്റ്സ് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്, നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ. ലൈക്ക് വി ആപ്പിൾ ഗോട്ട് സൈറ്റ്സ് ഇൻ ചൈന, Thailand, Vietnam, Korea, and India, and Brazil also. So, for example, കുറച്ചും കൂടി വ്യക്തമാക്കുകയാണെങ്കിൽ
എന്റെ ലീഡർഷിപ്പ് ബേസിക്കലി ഫ്രം കുപ്പർട്ടീനോ, കാലിഫോർണിയ, ഐ മീൻ ഇൻ US. That is almost 13, 14 hours back to India. So, and my vendors are based out in China and Asia Pacific. So, അവര് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അപ്പോ എനിക്ക് എന്റെ വർക്ക് കൈൻഡ് ഓഫ് 24/7 ആണ്. സോ അപ്പൊ അത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, സോ ഹൗ യു ആർ മാനേജിങ് അതർ കൈൻഡ് ഓഫ് തിങ്സ്. ഐ ഗോട്ട് എ ഫാമിലി, ഐ ഡു ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു മൈ ഓൺ. So Apple, still there are a lot of opportunities. I mean, even though we really emphasize a priority for every work to finish first, but still there are a lot of opportunities. I mean, the Apple really value the personal life of the persons. I mean, so it's a kind of a time management. If you are in Apple, you will definitely learn time management, and you have to learn time management and people management and the strategic decision. So even though നമ്മൾ 24/7 ജോബ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഇവിടെ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ടു ടേക്ക് കെയർ അബൌട്ട് യുവർ ഫാമിലി. ഐ മീൻ വീക്കെൻഡ്സ് കംപ്ലീറ്റ്ലി ഓഫ് ആണ്. നോബഡി ഈസ് ഗോയിങ് ടു ഫോഴ്സ് ടു ഡു എനിത്തിങ് ഇൻ വീക്കെൻഡ്സ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് വർക്കിംഗ് ഇൻ എ കോർപ്പറേറ്റ് ജൈന്റ് ലൈക്ക് ആപ്പിൾ. വി ആർ ഓൾസോ ഹാവിംഗ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഫെയർ ടു സേ ദാറ്റ്, ബട്ട് ഇവിടെ എനിക്ക് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഇനിക്വാലിറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഐ മീൻ വെദർ ഇറ്റ് ഈസ് എ ചൈനീസ്, വെദർ ഇറ്റ് ഇസ് എ ജാപ്പനീസ് ഓർ അമേരിക്കൻ ഓർ യൂറോപ്യൻ ആൻഡ് ഇന്ത്യൻ, എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് ടു വറി ഹൗ തിങ്സ് ഗോയിങ് വെൽ. ഐ മീൻ if there is any concern, I can ask my team openly, like, I don't understand this quite, can you please explain? Or I can openly share my contributions, or I can share my point of views or my perspectives and opinion. And opinion, not just my opinion, every opinion is matter. It's very important to say that this company give a lot of priority to team efforts. So there are a lot of works. I must say that there are too many works, but still the system is integrated to maintain a work-life balance. It's not like you work. It's not like it's a kind of win-win. Both the employee and the employer is winning in this match, technically. ഓക്കെ ഓക്കെ അടിപൊളി. ഇനി ഞാൻ ബ്രോ ആദ്യം പറഞ്ഞ ഇപ്പൊ പ്രൊക്യൂർമെന്റ് ബേസ്ഡ് പറഞ്ഞ ആ ഒരു കാര്യം ഇപ്പൊ വർക്ക് ലൈഫും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ചോദ്യം ചോദിച്ചാൽ കൊള്ളാറുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ സോഴ്സിംഗ് ആൻഡ് പർച്ചേസിംഗ് പ്രൊക്യൂർമെന്റ് സൈഡാണ്. അപ്പം സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ്, ഇങ്ങനത്തെ കുറെ ടേംസ് നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളല്ലാതെ പൊതുവെ ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് ഒത്തിരി വലിയ ധാരണയില്ല. വിഷ്ണു പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി ഒരു ധാരണ കുറവുണ്ട്. അപ്പം ഒരു ഇത് പരമ്പറ്റിക്കാണോ എന്ന് അറിയത്തില്ല, ആപ്പിളിലെ ഒരു സപ്ലൈ ചെയിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡേ ഇൻ എ ലൈഫ് ഇപ്പം ഏകദേശം പല ടൈം സോൺസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ബേസ്ഡ് എന്താണ് ഒരു ഡേ ടു ഡേ ലൈഫിൽ ആപ്പിളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ജോബിലേക്ക് വരുന്ന പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുകയാണെങ്കിൽ, ലൈക്ക് ഞാൻ മൾട്ടിപ്പിൾ ടൈം സോൺസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്റെ സപ്ലൈസ്, എന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ മെയിൻലി ഫ്രം ചൈന. ചൈന ഈസ് ഓൾമോസ്റ്റ് 2.5 hour ahead of us. I mean, അവർ 8:30 സ്റ്റാർട്ട് ചെയ്യും. സോ I'm not saying that every day, but most of the day I got my first call or first message on 6:30 morning India time. Like there is many escalations, like അവിടെ ആ സൈഡിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ഈ സൈഡിൽ മെറ്റീരിയൽ ലേറ്റ് ആയിട്ട് വന്നു, we are waiting for engineers, there is a troubleshooting pending. So in most of the day there will be some mails or calls in every morning. So എൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ്, എൻ്റെ ഒരു ഫസ്റ്റ് 4 hours അല്ലെങ്കിൽ 5 hours ഞാൻ ബേസിക്കലി ട്രബിൾ ഷൂട്ടിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ലിസണിങ് ടു മൈ ടീംമേറ്റ്സ്, വെൻഡേഴ്സിന്റെ പെർസ്പെക്റ്റീവ്, സൈറ്റിലെ മെയിൻ. ഐ മീൻ our primary, as a manager, my primary objective is to make sure that everything is working properly. I mean, പ്രൊഡക്ഷന് വേണ്ട മെറ്റീരിയൽസിന് ഡിലേ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതാണ് ആസ് എ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽ എന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഐ മീൻ, make sure that everything is ready for the line, or nothing is delaying, nothing is making the production delay. That is my primary objective. So I'm just make sure that either half an hour I'm just verifying my mails and just make sure that like what are the things happening in every side. I talk to the people, I talk to the vendors, and I understand their concerns. If there is any delay or if there is any problem, we will plan for a mitigation plan, or we will try to bring something that can prevent the delay. I mean, a strategic approach. Like we end of the day, we make sure that everything is in line.
there is no delay in production. I mean, നിങ്ങൾ ഒരു മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ഒരു പെർസ്പെക്ടീവ് ഒരു Yeah. അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലായിട്ടുണ്ടാവും. ലൈക്ക് വി Yeah. മേക്ക് ഷുവർ ദാറ്റ് എൻഡ് ഓഫ് ദ ഡേ എവറിഥിങ് ഈസ് റെഡി ഫോർ ദ പ്രൊഡക്ഷൻ. ഐ മീൻ ദാറ്റ്സ് മൈ കൈൻഡ് ഓഫ് ജോബ്. അല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഇഷ്യൂ വരും, പ്രൊഡക്ഷൻ ഹൈലൈറ്റ് ചെയ്യും, there would be a lot of escalations. There are Yeah. situations we even spoke to the VP of Apple. Like there is some issues. Oh. These people are like escalations are everywhere. Like it's a very fast world program. So like people are waiting for response in every minute. Either നമുക്ക് ഒരു like it's not like somebody is sending a mail and I'm just waiting for an entire day to respond. That's not how it works here. ഇവിടെ സ്പോണ്ടേനിയസ് ആണ്. ഇവിടെ ഇപ്പൊ ഒരാൾ എനിക്ക് ഞാൻ ഒരാൾക്ക് മെയിൽ അയച്ചു ഒരു ഫീഡ്ബാക്കിന് വേണ്ടി. ഐ എം നോട്ട് വെയിറ്റിംഗ്. ഞാനത് 1-2 ദിവസം അയാളുടെ ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല. ഐ എം ഗോണ ഫോളോ അപ്പ് വിത്ത് ഹിം ഓർ ഐ എം ഗോണ ടോക്ക് ടു ഹിസ് മാനേജർ. കാരണം അത്രയും പേസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ വി ആർ എ multi-trillion-dollar ബിസിനസ്. സോ it's not like I don't have time for a 24-hour. It's a very tight schedules. Schedules are pretty tight. Even as every second is very critical. Yeah. And the second half, like we have KPIs, like we have team meetings. There are plenty of meetings every day. We discuss about the new vendors. For example, we'll talk about the localization efforts in India. India, I found a localization efforts. Definitely, we will talk later. I mean, Yeah. in the upcoming questions, I'm going to highlight that. So, we are talking about the vendors. We are developing strategies. I mean, that's a part of the management tools we use. Like we, according to the environment, like every site, every people depends upon the people, depends upon the market, depends upon the changing environment. We develop strategies. Some strategies are short term, some strategies are long term. So mine is kind of commercial as well as an operational job. So an entire day is mixed up with a lot of calls and meetings, too many mails. ഓക്കെ. വാ. അപ്പം പ്രൊക്യൂർമെന്റ് ബേസ്ഡ് ആപ്പിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൗ യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. ഏകദേശം ഒരു റഫ് ഐഡിയ വിഷ്ണുവിടെ തന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് എനിക്കൊരു ക്യൂരിയസ് ആയിട്ട് തോന്നിയിട്ട് എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയൊരു ചോദ്യം, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മാനുഫാക്ചറിങ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഐ ക്യാൻ ഹൈലി റിലേറ്റ്. പെട്ടെന്ന് വിഷ്ണു പറയുമ്പോൾ ഐ ക്യാൻ പെട്ടെന്ന്, പക്ഷെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ വെച്ച് ഐഫോണിന്റെ ഡീറ്റെയിൽസ് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ വരുന്നുണ്ട്. അത് എന്തായാലും സംസാരിക്കണം. ഐഫോൺസ് തരംഗമാണ് ഇന്ത്യയിൽ. ബട്ട് അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഈ പ്രൊഡക്ഷൻ ഇപ്പം അവരിപ്പോ മാനുഫാക്ചർ, ഇപ്പം ആപ്പിൾ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല, എല്ലാം കൊടുത്തേക്കുകയാണ് എന്നുള്ള രീതിയിലാണ് എന്റെ നോളജ്. ബട്ട് വിഷ്ണു ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് പറയാം. എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്, പുതിയ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നതും. ഇപ്പം വിഷൻ പ്രോഡക്റ്റ് ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വിഷ്ണു. അപ്പം ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് എക്സാമ്പിൾ ഒരു പറയുകയാണെങ്കിൽ എനിക്ക് പ്രോസസ് ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പമായി. Okay. ആപ്പിളിന്റെ ഓൺ R&D ഫെസിലിറ്റീസ് ഉണ്ട്. ലൈക്ക് ആപ്പിളിന്റെ ഓൺ R&D ഫെസിലിറ്റീസ് US ലുണ്ട്, ചൈനയിലുണ്ട്, സിംഗപ്പൂരുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ലോകത്തിന്റെ യൂറോപ്പില് കപ്പിൾ ഓഫ് സൈറ്റ്സ് ഉണ്ട്. ഇവിടെ എല്ലാം ആപ്പിളിന് സ്വന്തമായിട്ട് R&D ഫെസിലിറ്റീസ് ഉണ്ട്. ആ R&D ഫെസിലിറ്റീസിൽ ഒരുപാട് പുതിയ പ്രൊഡക്ട്സിന് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ വർഷവും പുതിയ ഐഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, മാക്ബുക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ഐപാഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, പിന്നെ വാച്ചസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, എയർപോർട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന പുതിയ ജനറേഷൻ പ്രോഡക്റ്റ്, വി കോൾ ഇറ്റ് ജനറേഷൻസ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഐഫോൺ 15, ഐഫോൺ 16, വരുന്ന ഐഫോൺ 17, ഇതെല്ലാം വി കോൾ ഇറ്റ് ജനറേഷൻ, ന്യൂ ജനറേഷൻ. എവറി ഇയർ ഇസ് എവറി ജനറേഷൻ ടെക്നിക്കലി. സോ ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ, അത് പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വി ആർ ഡെവലപ്പിംഗ് ഫ്രം സ്ക്രാച്ചസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വിഷൻ പ്രോ എന്നൊരു പ്രൊഡക്റ്റ്, ഇറ്റ്സ് എ വെരി റെവല്യൂഷണറി പ്രൊഡക്റ്റ്. വളരെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അത്. ഐ വാസ് പാർട്ട് ഓഫ് ദ ടീം ഫ്രം ദ വെരി ബിഗിനിങ്. സോ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഇൻ എ സിംഗിൾ മന്ത് ഓർ കപ്പിൾ ഓഫ് മന്ത്സ് അല്ല, ഇറ്റ്സ് എ ലോങ് ജേർണി. അതിന്റെ ലോട്ട് ഓഫ് ഡിസൈനേഴ്സ്, ലോട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്, ലോട്ട് ഓഫ് പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ്, ലോട്ട് ഓഫ് ആർക്കിടെക്ട്സ്, ഒരുപാട് ടീംസ് അതിന്റെ പിറകിലുണ്ട്. ലൈക്ക് ഐ മീൻ ഞാൻ ഈ പറഞ്ഞ പോലെ പല കൈൻഡ് ഓഫ് സ്പെഷ്യലിസ്റ്റ് പീപ്പിൾ ഒരുപാട് മേ ബി മെനി മന്ത്സ് വർക്ക് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ബ്രോ പറഞ്ഞ പോലെ ആപ്പിൾ ഡോണ്ട് ഹാവ് എനി ഓൺ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ്. മറ്റ് മാനുഫാക്ചറേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആപ്പിൾ, ഫോർ എക്സാമ്പിൾ ഷവോമി ഇന്ത്യയിൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഐ ബിലീവ് ഷവോമി ഗോട്ട് ദെയർ ഓൺ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി. അല്ലെങ്കിൽ സാംസങ്ങിന് സ്വന്തം ഫെസിലിറ്റി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ്. ആപ്പിളിന് സ്വന്തമായിട്ട് ഫെസിലിറ്റി ഇല്ല. Apple, we call that process contract manufacturing. I mean, we are connected with a third-party manufacturer, like many other
ഒരു തേർഡ് പാർട്ടി മാനുഫാക്ചറായിട്ട് ആപ്പിൾ കണക്റ്റഡ് ആവുന്നു ഒരു പുതിയ പ്രൊഡക്റ്റിന് വേണ്ടി. ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ്. അതിന്റെ ഡിസൈൻ, അതിന്റെ കോൺഫിഗറേഷൻ, ലൈക്ക് ഡ്രോയിങ്സ്, അത് റെലവെന്റ് ഡോക്യുമെന്റേഷൻ, അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഐ മീൻ ഈവൻ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, NPD ഓർ NPI, ന്യൂ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. അപ്പൊ ഒരു പുതിയ ഒരു കോൺട്രാക്ട് മാനുഫാക്ചറായിട്ട് കണക്റ്റഡ് ആയി നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്ന സൈറ്റ്, അതിന്റെ കപ്പാസിറ്റി, അവരുടെ വർക്ക് ഫോഴ്സ്. അപ്പോ ആപ്പിളിന്റെ ഡിമാൻഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോ അങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആപ്പിളാണ്, ബട്ട് ആപ്പിൾ ഡിസൈഡ്സ് എന്ത് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണം, എന്ത് എക്യുപ്മെന്റ് ഏത് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യണം, ഇതെല്ലാം ആപ്പിൾ ഡിസൈഡ് ചെയ്യുന്നു. ബട്ട് എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഇൻ തേർഡ് പാർട്ടി മാനുഫാക്ചറിംഗ് സൈഡ്. അവരുടെ മാൻ പവറിലാണ് ആപ്പിൾ വർക്ക് ചെയ്യുന്നു ടെക്നിക്കലി. ബട്ട് എല്ലാ ടെക്നിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസും ആപ്പിളാണ് എടുക്കുന്നത്. ആപ്പിൾ ഇസ് ദ മദർ. ലൈക്ക് നമ്മൾ ഒരു തേർഡ് പാർട്ടിനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളൂ. ആപ്പിൾ ഇറ്റ്സ് ഓൺ ആപ്പിൾ കാലിഫോർണിയയിൽ ഡിസൈൻ ചെയ്യുന്നു. ആപ്പിൾ അത് ഇപ്പൊ ഇന്ത്യയിൽ, ചൈനയിൽ, തായ്ലാന്റില്, കൊറിയയില്, ഇവിടെ നിന്നുള്ള മാനുഫാക്ചറിംഗ് സൈറ്റ്സിൽ ആപ്പിൾ അത് മാനുഫാക്ചർ ചെയ്യുന്നു ടെക്നിക്കലി. അതാണ് ആ പ്രോസസ്സ്. അവിടെ നിന്ന് മൾട്ടി ഡെസ്റ്റിനേഷൻസ്, ലൈക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആപ്പിളിന്റെ എന്റിറ്റീസ്, അതായത് ഇന്ത്യയിലാണെങ്കിൽ ആപ്പിൾ ഇന്ത്യ, ചൈനയിലാണെങ്കിൽ ആപ്പിൾ ചൈന, ആപ്പിളിന്റെ എന്റിറ്റീസ് ത്രൂ ആപ്പിൾ അത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ആപ്പിൾ ഇന്ത്യയിൽ 5 to 6 സൈറ്റ്സ് ഉണ്ട് ഓൾറെഡി, 5 to 6 sites ഉണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ്. ഓ, അപ്പം ഏകദേശം ഒരു റഫ് ഐഡിയ എനിക്ക് കിട്ടി. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ടേം അത് ഏകദേശം മനസ്സിലായി. ഇനി ഇപ്പം ഇന്ത്യയിൽ 6 സൈറ്റ്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ആളുകൾക്ക് ഇപ്പം മനസ്സിൽ നിൽക്കുന്ന ചോദ്യം, ഐഫോൺസ് ഇൻ ഇന്ത്യ എന്നുള്ളത്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ പണ്ട് ഇത്രത്തോളം നമുക്ക് ആപ്പിൾ എന്നുള്ള പ്രോഡക്റ്റ് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കഥ മാറുകയാണ്. തിങ്സ് ആർ ചേഞ്ചിങ് ആൻഡ് സംതിങ് ഇസ് കമ്മിങ് അപ്പ്. അപ്പം അത് എനിക്കറിയത്തില്ല എത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റി ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് അഗെയിൻ, ലൈക്ക് ഐഫോൺസ് ഇത്രത്തോളം തരംഗമാകാൻ ഇപ്പോഴത്തെ ഏത് യുവ തലമുറ എടുത്താൽ പോലെ എല്ലാവർക്കും ആപ്പിൾ സിസ്റ്റം വേണം എന്നുള്ളത് ഒരു മിനിമം റിക്വയർമെന്റ് ആയിട്ട് മാറുകയാണ്. അപ്പം അതിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, കാരണം ഇത് ഞാൻ വിഷ്ണുവിനോട് ചോദിക്കാനുള്ള മെയിൻ റീസൺ, വിഷ്ണു ഒരു ആപ്പിളിൽ വെറുതെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഈസ് എ ടെക് എന്തൂസിയാസ്റ്റ്. ഭയങ്കരമായിട്ട് ടെക്നോളജി ബേസ്ഡ് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന, അതുപോലെ തന്നെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്താണ് ഒരു ട്രെൻഡ്, ഇന്ത്യയിൽ ഒരു മാർക്കറ്റിൽ നടക്കുന്ന ട്രെൻഡ്, പ്ലസ് ഒരു ആപ്പിൾ എന്നൊരു ബിഗ് ജയന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പാറ്റേൺസ് പെട്ടെന്ന് വിഷ്ണു ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ ഐഫോണിന്റെ കഥയൊന്ന് പറയാമോ? അതായത് ഞാൻ എന്റെ ലൈഫിനെ റിലേറ്റ് ചെയ്ത് പറയാം. ലൈക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ഐഫോൺ പർച്ചേസ് ചെയ്യുന്നത്, ഐ മീൻ നോട്ട് എ ബ്രാൻഡ് ന്യൂ വൺ, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ഇറ്റ് വാസ് എ iPhone 5C, വളരെ പഴയ മോഡലാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ലക്ഷറി അറ്റ് ദാറ്റ് ടൈം. ഐ മീൻ അതൊരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ആ ഐഫോൺ എന്നൊരു ബ്രാൻഡിങ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു എറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ബ്രാൻഡിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഐഫോൺ ഈസ് നോട്ട് ജസ്റ്റ് എ മൊബൈൽ, ഇറ്റ്സ് എ ബ്രാൻഡ്. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ട്, ഐഫോൺ ഈസ് നോട്ട് ജസ്റ്റ് എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, ഇറ്റ്സ് എ ബ്രാൻഡ്. ഇപ്പോഴത്തെ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്റ്റാറ്റസ് സിമ്പിൾ. അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് എല്ലാവരും ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം ഈസ് റിയലി ഇമ്പോർട്ടന്റ്. ഐ മീൻ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആള്, ആപ്പിളിന്റെ തന്നെ മാക്ബുക്കോ അല്ലെങ്കിൽ ഒരു എയർപോഡ്സോ അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആക്സസറീസ് യൂസ് ചെയ്യുമ്പോൾ ഈസ് ഇൻ ആൻ എക്കോസിസ്റ്റം. ആ എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ എന്റെ ഐഫോണിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ഐറ്റം ടൈപ്പ് ചെയ്യാണ്. ആ ഐറ്റം ടൈപ്പ് ചെയ്ത ഐറ്റം എനിക്ക് അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തിട്ട് നേരെ എന്റെ മാക്ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇത് ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റം, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും പല കാര്യങ്ങൾ ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാനും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 150 കോടി, ഐ ഡോണ്ട് എക്സാക്ട്ലി, മേ ബി ഒരു 130 മുതൽ 150 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് മാർക്കറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും മാനുഫാക്ചറിങ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം മുമ്പത്തെ അപേക്ഷിച്ച് നോക്കും, ഇന്ത്യ എന്തുകൊണ്ട് മുമ്പും ഇന്ത്യയിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ മറ്റുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവർ മേ ബി കൂടുതലും എക്സ്പോർട്ട് മാർക്കറ്റ് ആയിരിക്കും എംഫസൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചൈന, ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ എക്സ്പോർട്ട് മാർക്കറ്റ്. അവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട്, സ്റ്റിൽ അവർക്ക് എക്സ്പോർട്ട് മാർക്കറ്റിൽ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ്. ഇന്ത്യയിൽ പക്ഷേ എക്സ്പോർട്ട് മാർക്കറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മാസീവ് ആയിട്ടുള്ള ഒരു മാൻ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളെപ്പോലുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ടാവും.
ഈ ഒരു ഏജിൽ മേ ബി 40-50 കോടി എനിക്കറിയില്ല, ഒരു 40-50 കോടി യങ്സ്റ്റേഴ്സ് ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് മേ ബി ഞാൻ ഒരു 33% പറയുന്നുള്ളൂ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷന്റെ. അതായത് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും മിനിമം എടുക്കുക, ഒരു 33% ആളുകൾ, അല്ല 40% വർക്കിംഗ് ക്ലാസ്. അവരെന്തായാലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രധാന റീസൺ അതാ. ഇവിടെ ഓൾറെഡി ഡൊമസ്റ്റിക് ഡിമാൻഡ് ഈസ് വെരി ഗുഡ്. പിന്നെയാണ് എക്സ്പോർട്ട് ഡിമാൻഡിലേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും വലിയ പോപ്പുലേഷൻ, ഇത്രയും വലിയ മാർക്കറ്റ് ഉള്ള ഒരു രാജ്യത്ത് ഏതൊരു മാനുഫാക്ചർ ആണെങ്കിലും ലോങ് ടൈം ഇനീഷ്യേറ്റീവിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. ആപ്പിൾ ഇപ്പൊ ചെയ്യുന്നതും അതാണ്. ആപ്പിള് ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ 2017 തൊട്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിങ്, 17-18 തൊട്ട് മാനുഫാക്ചറിങ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ലാസ്റ്റ് ഇയർ വരെ ബേസിക് മോഡൽസ് ആണ് മാനുഫാക്ചർ ചെയ്തിരുന്നത്. ലൈക് 13 ഇന്ത്യയിൽ വളരെയധികം ഭയങ്കര ഫേമസ് ആയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം ബിഗ് ബില്യൺ അല്ലെങ്കിൽ ആമസോണില്, ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് സെയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ഐഫോൺ 13 എന്ന് പറഞ്ഞാൽ. വെരി ഗുഡ് പ്രൊഡക്റ്റ് ടു ബി ഫ്രാങ്ക്. അപ്പൊ ഇപ്പൊ പക്ഷെ നമ്മള് പ്രോയും പ്രോ മാക്സ് ഒക്കെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അടുത്തായിട്ട് എയർപോർട്ട്സ് ഇന്ത്യയിലേക്ക് വരുന്ന അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് തിങ്സും ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടെ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ നല്ലൊരു വർക്കിംഗ് ക്ലാസ് ഉണ്ട്, ലൈക്ക് വെരി ഗുഡ് വർക്കിംഗ് ക്ലാസ്. ഐ മീൻ എനിക്കറിയാവുന്ന അനുസരിച്ച് ഇപ്പൊ ചെന്നൈയിൽ ഒരു പ്ലാന്റ് ഉണ്ട്, ബാംഗ്ലൂർ ഒരു പ്ലാന്റ് ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ 2-3 വേറെ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ഹൊസൂര്. ഇവിടെയൊക്കെ നമുക്കിവിടെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്ലാസ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ഏതൊരു മാനുഫാക്ചറിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മാൻ പവർ വേണം ലോക്കലി. അതുണ്ട് ഇവിടെ. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, അതായത് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇവിടെ തന്നെ സെല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ വൈ നോട്ട്? സോ ഈ ആപ്പിളിന് എന്തായാലും ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ് ദർ ആർ ലോട്ട് ഓഫ് പ്ലാൻസ്. ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും. ഐ മീൻ ഡയറക്റ്റ് ആപ്പിളിലാണെങ്കിലും ആപ്പിളിന്റെ R&Dയിലാണെങ്കിലും, അതല്ല ആപ്പിളിന്റെ സൈറ്റ്സിലാണെങ്കിലും ഇൻഡയറക്ട്ലി ആപ്പിള് ഒരുപാട് സപ്ലൈസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലോക്കലൈസേഷൻ. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മാനുഫാക്ചറിങ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ എക്കണോമി ഓൾസോ. ലൈക്ക് എവറി സ്റ്റേറ്റ് there are a lot of things. I mean, local vendors and a lot of opportunities ഉണ്ട്. So there are a lot of things happening. I mean, വരുന്ന ഒരു 2-3 വർഷത്തിനുള്ളിൽ, കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ചൈനയായിട്ടാണ്. ചൈനയിലെ മാനുഫാക്ചറിങ് മേ ബി 10-15 ഇയേഴ്സ് ആയിട്ട് ഓൾറെഡി ഹൈലി സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോ ഞാൻ പറയുന്നില്ല ഇറ്റ്സ് നോട്ട് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് എഫേർട്സ് ലൈക് ക്വാളിറ്റി ഈസ് നോട്ട് എക്സാക്ട്ലി ആസ് ചൈന, ബട്ട് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ് ആ ചൈനയിലെ പേസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ ഒരു വിത്തിൻ ഒരു 4 to 5 ഇയേഴ്സിൽ ഇവിടെ ഒരുപാട് ചേഞ്ചസ് വരും. ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. I mean, no more like what I say. Like iPhone is no more a luxury to Indians. ആപ്പിള് ഫോർ എക്സാമ്പിൾ ഒരു 70,000 ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആപ്പിള് ഈസി EMIs കൊടുക്കുന്നുണ്ട്. മേ ബി 12 months, 24 months. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മേ ബി കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും 24 months EMI വരുമ്പോൾ ഇറ്റ്സ് അഫോർഡബിൾ ടു എനിബഡി. നമുക്കതൊരു വലിയ എഫേർട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അത് പലരും അത് വണ്ടർഫുൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അത് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ പെൻട്രേഷൻ. മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള ഒരു വൺ ഓഫ് ദ സ്ട്രാറ്റജി അതായിരുന്നു. കാരണം ആപ്പിൾ ഒരുപാട് ഫ്ലെക്സിബിൾ EMI ടൈംസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഏത് ആപ്പിളിന്റെ സ്റ്റോറി പോയാലും നിങ്ങൾക്ക് മോർ ദാൻ 6 months, ലൈക് 6 അല്ലെ 12 അല്ലെ സംടൈംസ് 24 months EMIs പോസിബിൾ ആണ്. മറ്റ് എത്ര ബ്രാൻഡുകൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അഫോർഡബിലിറ്റി, അത് ആളുകൾക്ക് അത് ഒരു ഐഫോൺ 13 14 നോ ലോങ്ങർ ഇറ്റ്സ് എ ബിഗ് കൺസേൺ. നിങ്ങൾക്ക് ഒരു ഡീസന്റ് ജോബ് ഉണ്ട്, മന്ത്ലി ഒരു ഡീസന്റ് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ഇസ് അഫോർഡബിൾ. നിങ്ങളുടെ ഡ്രീമിന് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കും. സോ അതൊക്കെ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി മാസീവ്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിലും കൂടുതലായിരിക്കും ഈ അപ്ഡേറ്റ്സ് വരുന്നത്. ഇതൊരു വലിയ ഇൻസൈറ്റ്സ് ആണ്. കാരണം ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. കാരണം പണ്ട് ഞാൻ 4 വർഷം മുമ്പ് നാട്ടിൽ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ആപ്പിൾ അങ്ങനെ അത്ര വലിയ ആൾക്ക് മാത്രം അഫോർഡബിൾ അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ വർഷം നാട്ടിൽ പോയപ്പോൾ ആളുകളില്ല, മെനി പീപ്പിൾ ആർ സ്വിച്ച് ടു ആപ്പിൾ. ഈവൻ എല്ലാവരും ആപ്പിളിലേക്ക് ചിന്തിച്ചു തുടങ്ങി. ഇപ്പൊ ഒരു ഡീൽ ഡേയ്സ് ഏതെങ്കിലും വരുവാണെങ്കിൽ എല്ലാവരും ആദ്യമേ നോക്കുന്നത് ഐഫോൺസിലേക്ക്. പിന്നെ ആളുകൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയുടെ ചാപ്പലിന്റെ അടുത്തിരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പൊ വേറെ ആൾ എടുക്കുന്നു, അപ്പൊ അടുത്ത ആളോട് ചോദിക്കുന്നു, പഠിക്കാൻ നോക്കുന്നു, ഇതെനിക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ചെയ്യും. ഈ
ഇനി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിൽ പ്രത്യേകിച്ച് സ്റ്റീവ് ജോബ്സിന്റെ ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഈ ആപ്പിളിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെരി ഐക്കോണിക്, ലെജൻഡറി ആയിട്ട് സ്റ്റീവ് ജോബ്സ് കൊണ്ടുവന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് ഇപ്പോഴും എന്റർപ്രണർഷിപ്പ് മേഖലകളിലൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നത്. പുള്ളി ചെയ്തത് എന്താണ്, അതിൽ നിന്ന് ഒത്തിരി ഇൻസ്പിറേഷൻ വെച്ചിട്ട് ഒരുപാട് പ്രോഡക്ട്സ് എല്ലാം ഏകദേശം മിമിക് ചെയ്തിട്ട് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ ആപ്പിളിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ പറ്റിയിട്ട് പക്ഷെ ഏകദേശം ഇപ്പം ഒരു EMI ബേസ്ഡ് കൊണ്ടുവന്നു എന്നൊക്കെ ഏകദേശം ഒന്ന് പറഞ്ഞു. വേറെയും ഉള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കാമോ? സി ഐ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ലൈക്ക് നമ്മളിപ്പോ യൂട്യൂബില് റിവ്യൂസ് കാണാറുണ്ട്. ഒരു 2 to 3 years മുമ്പ് സജിത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. എത്ര പേര് ഐഫോൺ റിവ്യൂ ആയിരുന്നു 2 to 3 years മുമ്പ്? നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമില് പുതിയ പുതിയ ആൻഡ്രോയിഡ് ഫോൺസ് അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് യെസ്. സിംബിയൻ അല്ലെങ്കിൽ വിൻഡോസ് ഫോൺസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് അതൊക്കെ യൂട്യൂബില് അല്ലെങ്കിൽ ഒരു 3-4 കൊല്ലം മുമ്പ് വരെ യൂട്യൂബ്സില് ഈ സാധനം അത്ര ക്വൈറ്റ് ആയിരുന്നില്ല. ഇന്ത്യയിൽ ഞാൻ ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യ. അന്നും Yeah, yeah, യൂട്യൂബ് ഉണ്ട്, റിവ്യൂ എന്ന yeah. ആളുകൾ. ഇന്ന് പക്ഷെ അതല്ല. ഇന്ന് ഉം. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം ലൈക്ക് ഞാനിപ്പോ ഒരു പുതിയ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനിപ്പോ ഐഫോൺ 16 ഇപ്പൊ നമ്മുടെ ആപ്പിളിന്റെ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലൊരു തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഒരു ആപ്പിളിന്റെ ഇവന്റ് എന്ന് പറയുന്നത്. ആളുകൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളൊന്നും കാര്യം മനസ്സിലാക്കണം. ലൈക്ക് മേ ബി ഷവോമി പ്രൊഡക്ട്സ് റിലീസ് ചെയ്യുന്നുണ്ട്, സാംസങ് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ആപ്പിളിന്റെ ഒരു ഇവന്റ് വർഷത്തിൽ ഒരിക്കലുള്ളൂ, അല്ലെങ്കിൽ 1-2 തവണ ഉള്ളൂ. അതിനുവേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യാണ്. അതിന്റെ ലീക്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന്റെ ലീക്സിനെ പറ്റി ഡിസ്കഷൻ. ഇവന്റ് വന്നിട്ടില്ല, പ്രൊഡക്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതിന് മാസങ്ങൾക്ക് മുമ്പ് ലീക്സ് അതിനെപ്പറ്റി പുതിയ ഏത് പ്രൊസസ്സറാണ് വരുന്നത്, ലൈക്ക് 15 ആണ് കഴിഞ്ഞാണ് യൂസ് ചെയ്ത് A16 വരുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസം, ആ ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവാം. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് അല്ലെ? ദാറ്റ് ഈസ് ഓൾസോ Right. ഐ എം നോട്ട് ടോക്കിംഗ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഹൈപ്പ് ഉണ്ടാക്കുകയല്ല. അത് ആളുകൾ കസ്റ്റമർ അത്ര എന്തൂസിയാസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഇത്തവണ എന്താണ് വരുന്നത്. ഇപ്പൊ ഞാൻ പറയാം, കഴിഞ്ഞ പോലെ ഡൈനാമിക് ഐലൻഡ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു 15-ല്. അതൊരു ഒരു വെറൈറ്റി സംഭവമായിരുന്നു. ലൈക്ക് ആരും പ്രതീക്ഷിക്കാതെ. അപ്പൊ ആളുകൾ ഇത്തവണ എന്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇത്തവണ എന്ത്, അത് ആളുകൾ വ്യൂവേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാണ്. അതായത് കസ്റ്റമേഴ്സിന്റെ ഉള്ളിൽ തന്നെ ആപ്പിളിന്റേതായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതിന് പോരാതെ ഞാൻ പറഞ്ഞു സ്റ്റീവ് ജോബ്സിന്റെ, നിങ്ങൾ ഒരു പക്ഷെ കണ്ടാണോ സ്റ്റീവ് ജോബ്സിന്റെ ആ ചെറിയ ഐപാഡ് ജീൻസിന്റെ പോക്കറ്റിൽ Yeah. നിന്ന് എടുക്കുന്ന സീനൊക്കെ? അതൊക്കെ Yeah. അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വന്നു. ഞാൻ എന്റെ ഒരു iPod. Yeah. എക്സ്പീരിയൻസിൽ ഞാൻ ഐപോഡ് ഒന്ന് എടുക്കും. നിങ്ങൾ Yeah. ഓർക്കുന്നുണ്ട് ചെറിയ Yes. Yeah. ജീൻസിന്റെ ചെറിയ ചെറിയ പോക്കറ്റ്. പോക്കറ്റിൽ അത് നോട്ട് ഫോർ കോയിൻസ്, ഇറ്റ്സ് ഫോർ ഐപാഡ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എത്രയോ പേര് ഞങ്ങളിപ്പോ സിമ്പിൾ ആയിട്ട് ഇപ്പൊ അടുത്ത കൊല്ലം ഇറങ്ങുമ്പോൾ ഐഫോൺ 70 ചുമ്മാ യൂട്യൂബിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ഐഫോൺ 17 ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഐഫോൺ 17 ഡിസൈനിൽ എന്താണ് ചേഞ്ച് വരുന്നത്, എന്ത് പുതിയ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്, പുതിയ ഡിസ്പ്ലേ. അതാണ് ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഓൾസോ Yeah. പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. അത് ആപ്പിൾ മാർക്കറ്റ് ചെയ്യുന്നതല്ല ടെക്നിക്കലി, ഇറ്റ്സ് മൗത്ത് പബ്ലിസിറ്റി. അതായത് ആ പ്രൊഡക്റ്റ് മുമ്പ് ചെയ്ത എഫേർട്സിന്റെ പരിണിത ഫലമായിട്ട് ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ചിലർക്ക് പോസിറ്റീവ്സ് പറയാനുണ്ടാവും, ചിലർക്ക് നെഗറ്റീവ്സ് പറയാനുണ്ടാവും. ബട്ട് സ്റ്റിൽ ദ റെലവെന്റ് തിങ് ഈസ് ലൈക്ക് ദേ ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ആപ്പിൾ. എവറി ഡേ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട്. പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ്സ് ആയിരിക്കും, പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ബട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ആപ്പിൾ. കാരണം വെച്ചാൽ അത് അവർക്ക് വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, അത് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആപ്പിൾ ഈസ് ഓൾവേസ് എ ഹോട്ട് ടോപ്പിക് എവറി ഇയർ. Okay. സോ ദാറ്റ് ഈസ് ദ ഗ്ലോബൽ മാർക്കറ്റ് സിനാരിയോ. ഞാൻ പറയുന്ന ഞാനൊരു സ്ട്രാറ്റജിനെ പറ്റി സജിത്തിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ബട്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് ആൻ ഇൻസൈറ്റ് ഹൗ ദ സ്ട്രാറ്റജിക് ഇൻസൈഡ് വർക്ക്സ്. ഇവിടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്വയം വർക്ക് ചെയ്യാണ്. അതായത് മനസ്സിലായി. ഇറ്റ്സ് എ ഫീഡ്ബാക്കിംഗ്. നമ്മൾ കോളേജ് പഠിച്ച പോലെ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നല്ലോ. വൺസ് നമ്മൊരു പുഷ് കൊടുത്തു, ആ ജനറേറ്റർ ഓട്ടോമാറ്റിക്കലി കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ കിടന്ന് ഇറ്റ്സെൽഫ് പിന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഞാനൊരു വലിയ മാനേജറോ വലിയ ഒഫീഷ്യലൊന്നും അല്ല ആപ്പിളിൽ. ഞാൻ കണ്ട ഏറ്റവും ജീനിയസ് മാർക്കറ്റിംഗ് അതാ. പ്രൊഡക്ട്സിനൊക്കെ അടുത്ത വർഷത്തെ പറ്റിയ പ്രൊഡക്റ്റ് പറ്റി നമ്മൾ ഇപ്പോഴേ കൺസേൺഡ് ആണ് ആളുകൾക്ക്. അതൊരു വലിയൊരു ജീനിയസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ്. അത് ആ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ, നമ്മളൊരു ഒരു മെറ്റൽ അതല്ല, സർഫസ് അതിൽ ഒരു പ്രോഡക്റ്റ് എന്നതിലുപരി അതൊരു ഇറ്റ്സെൽഫ് അതൊരു ഐക്കോണിക് ബ്രാൻഡാണ്. ആപ്പിൾ ഇസ് എൻ ഐക്കോണിക് ബ്രാൻഡ്. ഇറ്റ്സ് നോട്ട് എ ബ്രാൻഡിങ്. പ്രൊഡക്റ്റ്. ഐ മീൻ ഞങ്ങളുടെ ഒരു മോട്ടീവ് പറയട്ടെ. വി ഡോണ്ട് സെൽ പ്രൊഡക്ട്സ്, വി സെൽ എക്സ്പീരിയൻസ്. വി സെൽ എക്സ്പീരിയൻസ്, നോട്ട് പ്രൊഡക്ട്സ്. അതാണ് വ്യത്യാസം.
Yeah, ആപ്പിൾ ഒരിക്കലും ഒരു correct, പ്രൊഡക്റ്റ് അല്ല സെല് ചെയ്യുന്നത്, ആപ്പിൾ ഒരു എക്സ്പീരിയൻസ് ആണ് സെല് ചെയ്യുന്നത്. correct. അതാണ് And അതാണ് അതാണ് ഡ്രൈവ് ചെയ്യുന്നത്, അതാണ് സിസ്റ്റം yeah, ഡ്രൈവ് ചെയ്യുന്നതിന്റെ, ലൈഫ് ലോങ് സിസ്റ്റം ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഒരു, എനിക്കറിയില്ല 10 കൊല്ലം കഴിഞ്ഞ സിറ്റുവേഷൻ ആയിട്ടോ മച്ച് അബൌട്ട് ദാറ്റ്, ബട്ട് yeah, ഫോർ ദ yeah, കറന്റ് സെനാരിയോ അതാണ് സിസ്റ്റം ഡ്രൈവ് ചെയ്യുന്നത്. എന്തുകൊണ്ട് പീപ്പിൾ ചൂസ് ചെയ്യുന്നു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇപ്പൊ എല്ലാവരും ഈ എക്കോസിസ്റ്റത്തിലേക്ക് മാറുക. ഇപ്പൊ നിന്റെ അടുത്ത് അറ്റാക്ക് ഉണ്ടോ, അയക്ക്, എന്റെ ഫയൽ yeah, അയക്ക്. See, അത് ചോദിക്കുകയാണ്, നിന്റെ അടുത്ത് yeah. അറ്റാക്ക് ഉണ്ടോ, നീ നീ യൂസ് ചെയ്യുന്ന ഐഫോൺ ആണെന്നല്ല അവൻ ചോദിക്കുന്നത്, ഏത് ഐഫോൺ ആണ്, ഏത് ജനറേഷൻ ഓഫ് ഐഫോൺ ആണെന്നല്ല അവൻ ചോദിക്കുന്നത്. So, yeah, നിന്റെ yeah, അടുത്ത് അറ്റാക്ക് ഉണ്ടോ, yeah, നിന്റെ ടൈം മെസ്സേജ് ഉണ്ടോ, നീ നിനക്ക് ഫേസ് ടൈം യൂസ് ചെയ്യുന്നുണ്ടോ. ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരികയാണ്, ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരികയാണ് ഇവിടെ ഉള്ള ഇപ്പോഴത്തെ ഉള്ള ജനറേഷൻ ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരികയാണ്. അതാണ് yeah. അതാണ് ഇവിടെ ഇത്രയും വലിയൊരു ബൂം ഉണ്ടാവാനുള്ള ഒരു കാരണം. കറക്റ്റ് ആണ്. ഇപ്പം ആപ്പിളിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ഒരു പാക്കേജ് മേടിച്ചിട്ട് ഐഫോൺ അല്ലെങ്കിൽ ഐപാഡിന്റെ ഒരു പാക്കേജ് തുറക്കുന്നതിന്റെ എക്സ്പീരിയൻസ് വരെ ഇറ്റ്സ് വെരി യൂണിക്. അപ്പം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ബ്രാൻഡിങ് എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ ആപ്പിളിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ വർക്ക് ഫോൺ ഇസ് ഐഫോൺ, ഐപാഡ് എനിക്കുണ്ട്. അപ്പം ദർ ഈസ് എ ഡിഫറൻസ്. ഡിസൈൻ ആയാൽ പോലും അതിന്റെ എസ്റ്റിക്സ് ആപ്പിളിന്റെ ഐക്കൺസ് ആയാൽ പോലും ലൈക്ക് ആ ഒരു എഫേർട്ട്, ലൈക്ക് ഒരു യൂസറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ ശ്രമിക്കുന്ന ലക്ഷറി ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആപ്പിൾ ഒരുപാട് എഫേർട്ട് വരുന്നത് ഡെഫിനറ്റ്ലി ഐ കൻ സീ ദാറ്റ്. ആൻഡ് എന്റെ ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷറി ആർക്കാണ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ മറക്കാത്തത്. ഐ വാണ്ട് ടു ടെൽ യു വൺ മോർ തിങ്. ആപ്പിള് ആരാണ്ടിയിൽ ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. ഞാനത് ഇന്റേണലി വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ പറയാം, ആപ്പിൾ ഇസ് നോട്ട് ലൈക്ക് പെട്ടെന്ന് ഉണ്ടായ സംഭവമല്ല, അല്ലെ ഐഫോൺ ഇസ് നോട്ട് ഹാപ്പൻഡ് ഇൻ എ സിംഗിൾ ഡേ. ഈ ആപ്പിളിന്റെ എല്ലാ പ്രൊഡക്റ്റിനും മുകളിൽ ആപ്പിൾ അത്രയധികം ആർ&ഡി, കാരണം ഞാൻ കാണുന്നതാണ് പാർട്ട് ഓഫ് ദ മെറ്റീരിയൽസ് ടീം. ഞാൻ മെറ്റീരിയൽസ് ആപ്പിളിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആപ്പിള് ഒരു വെണ്ടറിനെ ചൂസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സൈറ്റ് ചൂസ് ചെയ്യുമ്പോഴും ആപ്പിള് എടുക്കുന്ന എഫേർട്സ് അത്രയും, കാരണം ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആർ&ഡി പ്രോഗ്രാംസ്, അത് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് എന്നല്ല ഞാൻ പറയുന്നത്, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ആപ്പിൾ ഇടുന്ന ടൈം, ആപ്പിൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ്, ആപ്പിൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, യൂസ് ചെയ്യുന്ന പീപ്പിൾ. ഐ മീൻ ഏറ്റവും ബെസ്റ്റ് പീപ്പിൾ, ബെസ്റ്റ് ക്വാളിറ്റി സർവീസസ്, ബെസ്റ്റ് ക്വാളിറ്റി എക്യുപ്മെന്റ്. ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ആപ്പിള് ആർ&ഡി ടൈമിൽ യൂസ് ചെയ്യുന്നില്ല. ഒരു ആപ്പിൾ ഒരു പ്രൊഡക്റ്റ്, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, ഒരു ഐഫോൺ മേടിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 4 years കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. യു ഡോണ്ട് ഹാവ് ടു കൺസേൺ അബൌട്ട് ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് എൻഡ് ഓഫ് ദി ഡേ, ബട്ട് നിങ്ങൾക്ക് ഒരു 4 years കണ്ടും കൂട്ടി യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് ഇപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ സത്യം, അല്ലെങ്കിൽ എവറി ഇയർ നിങ്ങൾക്ക് വേണം അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇഫ് യു ആർ ഫൈൻ വിത്ത് ദ പ്രൊഡക്റ്റ്, എനിക്കറിയാം ഇപ്പോ ആപ്പിള് എക്സ്, ഐഫോൺ എക്സ് അല്ലെങ്കിൽ ഐഫോൺ 10 ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പൊ അത് ഇറങ്ങിയിട്ട് മേ ബി ഒരു 5 to 6 years ആയിട്ടുണ്ടാവും. ഇപ്പോഴും കൂളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. 5G വേണം, ഇപ്പോഴും കൂളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, അത് എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാരണം അതിന്റെ എക്യുപ്മെന്റ് ക്വാളിറ്റി, ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് അത് ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, ബട്ട് എനിക്കറിയാവുന്ന ഫ്രം മൈ എക്സ്പെക്ടീവ് ആപ്പിൾ ആർ&ഡി അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഡിസൈൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് എഞ്ചിനീയറിംഗ് ലെവലിൽ അത്യാവശ്യം നല്ല എഫേർട്സ് ഇട്ടിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ആൻഡ്രോയിഡിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ വന്നിട്ട് നിങ്ങളുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളിപ്പം ആപ്പിളിൽ മാത്രമേ പുകഴ്ത്തി പറയുന്നത്, ലൈക്ക് ഇറ്റ്സ് ഐക്കോണിക് ബ്രാൻഡ്, അതിനകത്ത് ചോദ്യമൊന്നുമില്ല. ഈവൻ പേഴ്സണലായിട്ട് ഞാൻ എന്റെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ പോലും ലൈക്ക് ആപ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈവൻ ക്വാളിറ്റി വൈസ് ആയാലും ഹാങ് ആവാത്ത ഒരു ഫോൺ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ആപ്പിളിനൊക്കെ കേട്ടിരുന്നത്. ഐഫോണിന്റെ ഏറ്റവും ആദ്യത്തെ മെയിൻ സാധനം ഇത് ഹാങ് ആവുന്നടാ, ഇത് ഹാങ് ആവില്ല. ഞാനത് സ്കൂളിലും കോളേജിൽ കുടിക്കുമ്പോൾ ഐഫോൺ ഹാങ്, പിന്നെ അത് യൂസ് ചെയ്യാൻ നേരത്തേക്ക് പണ്ട് ആപ്പിൾ ഇങ്ങനെ ഇതെങ്ങനെ യൂസ് ചെയ്യും. നമ്മള് മേ ബി സാംസങ്ങിന്റെ ഗാലക്സി അന്നത്തെ കാലത്ത് എന്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ ഞാനൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്തൊരു ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി ആണ്. പിന്നെ യൂസ് ചെയ്യുന്ന സാംസങ് ഗാലക്സി എസ്. ആൻഡ്രോയിഡ് ഈസ് എ വണ്ടർഫുൾ തിങ്. ഞാൻ ഒരിക്കലും അതിനെ താത്തി പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കില്ല, കാരണം ഞാനൊക്കെ യൂസ് ചെയ്ത് വന്നത് ആൻഡ്രോയിഡിലാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്ത് വന്നത് ആൻഡ്രോയിഡിലാണ്. ഗുഡ് ടു സേ ദാറ്റ്. ബട്ട് ദിസ് ഈസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ബട്ട് ഇപ്പൊ അത് നമ്മുടെ ആളുകൾക്കിടയിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. ഐ മീൻ പണ്ട് നോക്കിയക്ക് സിംബി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സൈത്തിന് ഓർമ്മയുണ്ടോ പറഞ്ഞോളാം. സിംബി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നോക്കിയക്ക് ഉണ്ട്. നമ്മൾ നോക്കിയക്ക് N8, അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ഐക്കോണിക് സാധനം. N8 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു നോക്കിയുടെ. അയ്യോ, അതൊക്കെ ഒരു ലെജൻഡറി ആയിട്ട്. അതൊക്കെ പിന്നെ വിൻഡോസ് വന്നു 512, നോക്കിയ ലൂമിയ.
ലൂമിയ ലൂമിയ സീരീസ് ലൂമിയ ലൂമിയ സീരീസ് അതൊക്കെ അതൊക്കെ ഒരെണ്ണം കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിച്ച ഒരു കാലഘട്ടം ഉണ്ട്. ഞാനൊക്കെ ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ, പ്ലസ് ടു ആ ടൈമിലൊക്കെ ഒരു ലൂമിയ ഫോൺ, അതൊക്കെ ഒരു സംഭവം. പക്ഷെ അന്നും ഐഫോൺ ഒരു മോർ ദാൻ ഡ്രീം ആയിരുന്നു. കാരണം അന്ന് ഡ്രീം ചെയ്യാൻ പോലും പറ്റാത്ത സാധനമായിരുന്നു ഐഫോൺ. ഒരു ഐഫോൺ അല്ലെങ്കിൽ അന്നൊക്കെ നമുക്ക് ഒരു പോയിന്റ് ഒരു ഐപാഡ്, പാട്ട് കേൾക്കാനായിട്ട് ഒരു ഐപാഡൊക്കെ ചിന്തിക്കാൻ പോലും അത് ഐപോഡ് ഐപോഡ് ഐ എം സോറി ഐപാഡ് അല്ല ഐപോഡ്, അതൊക്കെ സൂപ്പർ ലക്ഷറി ആയിരുന്നു. ഒരു ഐപോഡൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വല്ല വല്ല ആൾക്കാരുടെ റയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിലത്ത് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഞാൻ കാശുണ്ടാക്കി കൊടുക്കേണ്ടി വരില്ല അവസ്ഥ. ഐപോഡ്സൊക്കെ ഐപോഡ്സൊക്കെ നമ്മള് വളരെ കൗതുകത്തോടു കൂടി നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഐപാഡൊക്കെ അഫോർഡബിൾ ആണ്. ഇപ്പൊ ഐപാഡ് എന്താ പറയാ 9th ജെൻ ആണെങ്കിലും ഇപ്പൊ ഒരു സാംസങ്ങിന്റെ പാഡ് മേടിക്കുന്ന കോസ്റ്റ് തന്നെ വരുന്നുള്ളൂ ഐപാഡിനും. പിന്നെ അതിൽ എസ് പെൻ സപ്പോർട്ട്, സാംസങ് ആപ്പിൾ പെൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഞാൻ നിങ്ങൾക്ക് സജിത്തിന് ഓൾറെഡി അറിയായിരിക്കും. ഇത് ഇപ്പൊ പെന്നിന്റെ യൂസേജും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ഈ ക്രിയേറ്റീവ് സ്റ്റൈലിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ മാക്ബുക്ക് ആണെങ്കിലും മാക്ബുക്ക് ഇപ്പൊ എഡിറ്റേഴ്സിന്റെ ഒരു ഡ്രീം ചോയ്സ് ആണ് ഒരു മാക്ബുക്ക്. അതുപോലെ ഐപാഡ്സ് ആണെങ്കിലും ഇറ്റ്സ് ഡെവലപ്ഡ് ആസ് എ ബ്രാൻഡ്. അത് ഒരു പ്രൊഡക്റ്റ് എന്നതിലുപരി ഇവോൾവ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു എവല്യൂഷൻ. ഒരു കഴിഞ്ഞ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3-4 ഇയേഴ്സിനോട് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടൊരു ബൂം ഉണ്ടായി ആപ്പിൾ ലൈക്ക് മാക്ബുക്ക് ഒക്കെ ഇപ്പൊ ഒരുപാട് പേര് ഞാനിപ്പോ കാണുന്നുണ്ട്. പണ്ടൊക്കെ ഒരു മാക്ബുക്ക് എയർ, ഞാൻ യൂസ് ചെയ്യുന്ന മാക്ബുക്ക് പ്രോ ആണ്. ഇപ്പൊ മാക്ബുക്ക് എയർ ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എയർ ഐപാഡൊക്കെ സ്നോ മോർ തിങ് ലൈക്ക് പിള്ളേരൊക്കെ യൂസ് ചെയ്യാം. ലൈക്ക് അത്ര ഇപ്പൊ ഒരുപാട് അഫോർഡബിലിറ്റി വന്നിട്ടുണ്ട് പ്രൊഡക്ട്സിന്. ഐ മീൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇനി അഫോർഡബിൾ ആവും. ലൈക്ക് ഇപ്പോഴും നമ്മൾ കുറെ പ്രൊഡക്ട്സ് ഐ മീൻ അസംബ്ലി, നിങ്ങളൊരു ഐഫോണിന്റെ പിറകുവശം നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം. ഇപ്പോഴത്തെ കുറെ ഐഫോൺസ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ദിസ് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന്. ഐ മീൻ നിങ്ങൾ ഏത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എടുത്താലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി 100% മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മൾ ആപ്പിളും ഒരുപാട് ആപ്പിൾ അസംബിൾഡ് ഇൻ ഇന്ത്യ ആണ്. ഐ മീൻ ആപ്പിൾ ഒരുപാട് സാധനങ്ങൾ ഓവർസീസ് കൺട്രീസിൽ നിന്ന്, ചൈനയിൽ നിന്ന്, വിയറ്റ്നാമിൽ USA യൂറോപ്പിനൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആപ്പിൾ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ലോക്കലൈസേഷൻ ചെയ്യാനുള്ള എഫേർട്സ് ഇടുന്നുണ്ട്. അതായത് ഇവിടെ ലോക്കലി വെണ്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആപ്പിൾ. അതായത് ഇവിടെ തന്നെ ഇവിടുത്തെ ഇൻഡിജിയസ് ആയിട്ടുള്ള വെണ്ടേഴ്സിനെ അവര് ഇറ്റ്സ് നോട്ട് ഐ മീൻ ഇതൊരു അതിനകത്ത് അവിടെ ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചിട്ട്, ഇപ്പം ഈ വെൻഡേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു ആസ്പെക്ടില് ഏറ്റവും കൂടുതൽ കിട്ടാൻ പാടുള്ള വെൻഡേഴ്സ്, ഇന്ത്യയിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ വെൻഡേഴ്സ്, അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇന്ത്യ ഞാൻ ഐ എം നോട്ട് കമ്പയറിംഗ് വിത്ത് US ഓർ ചൈന, ബട്ട് സ്റ്റിൽ ഇന്ത്യ ഇസ് എ ഗുഡ് ഇറ്റ്സ് എ ഡെവലപ്പിംഗ് എക്കണോമി. നമ്മളൊരു ടോപ്പ് 5 എക്കണോമിയാണ്. വി ഹാവ് ലോട്ട് ഓഫ് കേപ്പബിൾ ഇൻഡസ്ട്രീസ്. ഇവിടെ ഓൾറെഡി വെൻഡേഴ്സ് ഉണ്ട്. ലൈക്ക് ഐ എം നോട്ട് സെയിങ് ദാറ്റ് അങ്ങനെ ടഫ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം there is no point to compare with China. I mean, ചൈന എന്താണ് എന്നതിനെ പറ്റി ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. ചൈനീസ് കാരണം നമ്മുടെ എക്കണോമി 1991 ഓപ്പൺ ആയത്. ചൈനീസ് എക്കണോമി വാസ് ഓപ്പൺ ലോങ് ബാക്ക്. അതായത് നമ്മള് ഒരു ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ചൈന 2000-ലും 2005 അല്ലെങ്കിൽ 10-15 കൊല്ലം മുമ്പേ ചൈന ചെയ്തു വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ പറയുന്നത് ഞാൻ നമ്മുടെ കൺട്രിയുടെ കാപ്പബിലിറ്റിനെ ഇകഴ്ത്തി പറയല്ല. ബട്ട് to be honest, like China is more advanced than India in any kind of thing. So Chinese, still we are depending on a lot of Chinese vendors. But ഇന്ത്യയില് കാലിബർ ഉള്ള വെൻഡേഴ്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ട്. ബട്ട് നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷൻ പക്ഷെ എന്തായാലും ഒരു ടൈം എടുക്കും. ലൈക്ക് ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് ജസ്റ്റ് ഫോർ ആപ്പിൾ. നിങ്ങൾ ഏതൊരു നമ്മളിപ്പോ ഒരു ഫൈറ്റർ ജെറ്റ് എടുക്കുകയാണെങ്കിൽ, തേജസ് അല്ലെങ്കിൽ ഒരു HAL ഫൈറ്റർ ജെറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയാണ്. ബട്ട് ഒരു 100% ലോക്കലൈസേഷൻ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വെൻഡേഴ്സിനെ അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് അവരെ പഠിപ്പിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരാൾ ഔട്ട്പുട്ട് ഇടണമെന്നില്ല. നോബഡി ഒരു ഇൻഡസ്ട്രിയിൽ അത് പോസിബിൾ അല്ല. സോ അത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം. ഐ മീൻ ചൈന ഒരു 15 കൊല്ലം മുമ്പ് ചെയ്ത അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഫോർ എ കമ്പാരിസൺ, ഇപ്പൊ ചൈന ഇന്ത്യനെ ഒരു 10 കൊല്ലം അഡ്വാൻസ്ഡ് ആണെങ്കിൽ അടുത്തൊരു 5 കൊല്ലം കൂടെ നമ്മളത് ക്യാച്ച് ചെയ്യണം. അതിപ്പോ ഈ ആപ്പിൾ മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യ എഫേർട്സ് വരുന്ന ലോക്കലൈസേഷൻ ചെയ്യുന്ന ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും വി ഡോണ്ട് ഹാവ് എ ലോങ് ടൈം. ഐ മീൻ നമുക്ക് ഒരുപാട് ടൈം ഇല്ല.
ഒരു ഇൻഡസ്ട്രിയിലും നമുക്കിപ്പോ കുറെ ട്രൈ ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്തു, പിന്നെ കുറെ ട്രൈ ചെയ്തു, പിന്നെ ആ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ഐ ഡു എഗ്രി ദാറ്റ്. ബട്ട് വി ഹാവ് വെരി, നമുക്ക് അങ്ങോട്ട് ഒരു ലോങ് ടൈം ഒന്നുമില്ല മുമ്പിൽ. ഐ മീൻ ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. സോ ഇഫ് യു ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്ന് പറയില്ല നമ്മള്. ഈ ജോബ് ഒരു കൈൻഡ് ഓഫ് ജോബ് ഇന്റർവ്യൂ പോലെയാണ്. ലൈക്ക് മേ ബി നമ്മള് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെണ്ടറെ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അവരെ നമ്മൾ നല്ലോണം ട്രെയിൻ ചെയ്യുക, അവരുടെ വർക്ക് മോണിറ്റർ ചെയ്യുക, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് അവരെ ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊരു വിൻ വിൻ ആണ്. അവർ ഇമ്പ്രൂവ് ആവണം, അവർ ഇമ്പ്രൂവ് ആയിട്ട് നമ്മളും വർക്ക് ചെയ്യണം. അവർ ഇമ്പ്രൂവ് ആയാലും നമുക്ക് എഫേർട്ട് ഉള്ളൂ, ഐ മീൻ നമ്മുടെ ഔട്ട്പുട്ട് ഉള്ളൂ. നമ്മുടെ ഔട്ട്പുട്ട് ഇറ്റ്സ് എ മ്യൂച്വൽ ഫീഡ്ബാക്ക്. സോ ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ പോസിബിൾ. ഇറ്റ്സ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. ഇത് ഇമ്പോസിബിൾ ആണെങ്കിൽ ഒരു പ്രോ വേരിയന്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യില്ല. പ്രൗഡ്ലി സെയിങ് ദാറ്റ് ഒരു പ്രോ വേരിയന്റ് ഇന്ത്യയിൽ ഇക്കൊല്ലം മാനുഫാക്ചർ ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ് ഇൻ ചൈന. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. ഐ മീൻ നമ്മളത് അഡ്മിറ്റ് ചെയ്യണം. ഇന്ത്യയിലെ ലോക്കലൈസേഷൻ എഫേർട്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഔട്ട്പുട്ട് ഈസ് നോട്ട് ബാഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ചൈനയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ഞാൻ, കാരണം അത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി വയബിൾ. ഐ മീൻ ബട്ട് സ്റ്റിൽ പ്രോഗ്രസ് ഈസ് ഗുഡ്. പ്രോഗ്രസ് ഈസ് റിയലി ഗുഡ്. നമുക്കിവിടെ ആളുകൾ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം. ഐ മീൻ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്കൊരു മിനിമം ടൈമില്, ഇപ്പൊ കാനഡയിലെ US ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മിനിമം ടൈമില് മാക്സിമം എഫേർട്സ് എടുത്ത് ഔട്ട്പുട്ട് കൊണ്ടുവരാനാണ് ഏത് കമ്പനി, ഏത് ഓർഗനൈസേഷൻ ട്രൈ ചെയ്യുക. ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഭയങ്കര ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യ. ഒരുപാട് ചാൻസസ് ഇന്ത്യയിൽ വൺ മോർ തിങ്, ഞാനത് എടുത്തു പറയാം. ലൈക്ക് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത കേസാണ്. ആപ്പിളില് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് സൈറ്റ്സിൽ വർക്ക് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. ഐ മീൻ ഞാൻ പറയണത് ബേസിക് ലെവൽ മാനുഫാക്ചറിങ്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ലൈൻ ബ്രിങ് അപ്പ്, ഒരു കൺവെയറിൽ പ്രൊഡക്റ്റ് പോകുന്നു, ആ പ്രൊഡക്റ്റിന് ടെസ്റ്റിംഗ്, ഒരുപാട് ലേഡീസിന്, സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. ഞാനത് എടുത്തു പറയാം, ഒരുപാട് സ്ത്രീകൾ ഇവിടെ എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ട്. ലൈക്ക് അവർക്ക് നല്ല ഫെസിലിറ്റി കിട്ടുന്നുണ്ട്, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. ഓരോ ഫെസിലിറ്റി ആണെങ്കിലും ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും പുതിയ ഫെസിലിറ്റീസിലെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതുമായി ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഫാമിലീസ് കയറി പോകുന്നുണ്ട്, ഒരുപാട് പേർക്ക് വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ. സോ അതൊക്കെയാണ് അതിന്റെ ഒരു ഗുഡ് തിങ്സ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് വി ആർ ബൈയിങ് an iPhone with a comparing to a lesser price than the last year. It's not about that. The brand is creating a lot of opportunities locally. I mean, a lot of people are getting employed technically. തീർച്ചയായിട്ടും അതൊരു നല്ല വാർത്തയാണ്. കാരണം എപ്പോഴും നല്ല ഇതുകൊണ്ട് എന്ത് നോർമൽ ലോക്കൽ, ഐ മീൻ പീപ്പിളിന് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഗവൺമെന്റ് എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും, ലോക്കൽ ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് എൻഡ് ഓഫ് ദ ഡേ റിവ്യൂ ചെയ്യുന്നത് ഇതുകൊണ്ട് അവിടുത്തെ ലോക്കലൈറ്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ ഇമ്പാക്ട് എന്താണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഐഫോൺ ഫാക്ടറിയുടെ ചുറ്റുവട്ടത്തും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണും, ഹോട്ടൽസ് കാണും, സ്റ്റേഷനറി ഷോപ്സ് കാണും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് ചായക്കടകൾ കാണും ഫ്രണ്ടില്. വർക്ക് കഴിഞ്ഞ് പുറത്ത് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ ലോക്കലി ഡെവലപ്പ് ചെയ്യും. ഒരു ഫാക്ടറി വരുമ്പോൾ ചുറ്റുമുള്ള ആ വില്ലേജ് അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള എല്ലാവർക്കും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലാന്റിൽ ജോലി കിട്ടുമായിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് ആ ലോക്കൽ എക്കണോമി തന്നെ ബൂം ആവുക. ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് അവര് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇപ്പൊ ക്യാബ്സ്, ടാക്സി, ഓട്ടോറിക്ഷാസ്, എല്ലാ ഓഫീസിൽ പോണ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്താ പറയുക, വർക്ക്ഷോപ്സ്, വണ്ടി ഉണ്ടാവും, അവിടുത്തെ ലോക്കൽ ഓട്ടോമോട്ടീവ്സ്. ഏത് സെക്ടർ നോക്കിയാലും ഇതിന്റെ ഒരു ഹെവി ഇൻഡസ്ട്രി വരുമ്പോ, ഹെവി ഒരു പ്ലാന്റ്, ഒരു ഹെവി മെഷീൻ, ഒരു പ്ലാന്റ് വരുമ്പോ ഡെഫിനറ്റ്ലി ആ ലോക്കൽ എക്കണോമി മൊത്തത്തിൽ ബൂം ചെയ്യും. അവിടുത്തെ നോട്ട് ഡയറക്റ്റ്, ഇൻഡയറക്ട്ലി ഒരുപാട് ബൂം ഉണ്ടാവും. ഓക്കെ, അപ്പം ഏകദേശം ഒരുപാട് വിശേഷങ്ങൾ വിഷ്ണു പങ്കുവച്ചു. ആപ്പിളും ഐഫോണും ഒരുപാട് എക്സ്പീരിയൻസസ്, നോക്കിയയുടെ കഥകളൊക്കെ പറഞ്ഞത് എന്നെയും ഒരുപാട് നൊസ്റ്റാൾജിയയിലേക്ക് പുറകോട്ട് കൊണ്ടുപോയി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വന്നു. ഞാനിപ്പോ അവസാനമായിട്ട് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് എനിക്ക് വിഷ്ണു സാറിന് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്ത് ഇപ്പം ഏറ്റവും വൺ ഓഫ് ദി ടോപ്പ്
കമ്പനീസ് ഇൻ ദ വേൾഡ് അതിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് വിഷ്ണു. ആ, ഒരുപാട് പേര് നാട്ടിലിപ്പോ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ അതാണ് എന്റെ ലാസ്റ്റ് ചോദ്യം. ഈ ആപ്പിളിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ആപ്പിൾ ഈ പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഇതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ വലിയ ടെക് ജൈൻ കമ്പനീസിലേക്ക് നിങ്ങൾക്ക് കയറണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന് വിഷ്ണുവിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അഡ്വൈസ് എന്താണെന്നുള്ളത് പറയാമോ? See, എന്റെ journey to Apple was like I joined as an independent contractor. So Apple ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Apple opportunities like ഇൻ ക്യാമ്പസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നടക്കുന്നുണ്ട്. ഒരു ഫാക്ട് ലൈക്ക് ഐ എം നോട്ട് എൻ IIT or IIM guy. I don't have that background to be honest with you. Like ഞാൻ അത്ര വലിയ സംഭവം ഒന്നല്ല. I was ഞാൻ വളരെ ലോക്കലായിട്ട് ഒരു കോളേജിൽ നിന്ന് പഠിച്ച് ഡിപ്ലോമ പ്ലസ് എഞ്ചിനീയറിംഗ് പിന്നെ ഒരു MBA ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. സോ ആപ്പിൾ ഇന്റർവ്യൂസ് ഇറ്റ്സ് നോട്ട് ബാഡ്. മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് കേസ് സ്റ്റഡീസ് ആണ്. അപ്പൊ അവിടെ ആപ്പിള് ലൈക്ക് നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ലൈക്ക് മോർ ഓവർ എക്സ്പീരിയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ഇന്റർവ്യൂവിൽ എക്സ്പീരിയൻസ് ലൈക്ക് സെനാരിയോ, റിയൽ ലൈഫ് സെനാരിയോസ് ഓർ കേസ് സ്റ്റഡീസ്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ ഹൗ വി ആർ ഗോണ ആക്ട് ഓൺ ദ സിറ്റുവേഷൻ. നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് ആപ്പിൾ കൂടുതൽ മെഷർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ നോളജ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കൗണ്ട്, നോളജ് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ബട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ആപ്പിൾ. നിങ്ങൾ ഏതൊരു ജോലിക്ക് പോയാലും നല്ലൊരു ജോലി ട്രൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ അപ്രോച്ച്, പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്, ഡെസിഷൻ മേക്കിംഗ്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, പീപ്പിൾ മാനേജ്മെന്റ്, ഒരു അത് അത്രയും അങ്ങനത്തെ ലൈഫ് സ്കിൽസ്, ഞാൻ കറക്റ്റ് വേണ്ടതാണ് ലൈഫ് സ്കിൽസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് സ്കിൽസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് ഹൗ മെനി. ഇപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് വരികയാണെങ്കിൽ ഞാൻ എത്ര നെഗോഷിയേറ്റ് ചെയ്തു, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇല്ലെന്നല്ല. കാരണം അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേസാണ്, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന കേസാണ്. ഞാൻ എന്തോരം നെഗോഷിയേറ്റ് ചെയ്തു, ഞാൻ എത്ര കമ്പനിയിൽ വർക്ക് ചെയ്തു, 3 years ഓഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ MBA ഈ കോഴ്സ് ചെയ്തു, ഞാൻ ഈ കോഴ്സ് ചെയ്തു. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ്, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ബട്ട് എനിക്കിപ്പോ പറയാനുള്ളത്, ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ട്രെൻഡ്, ഈ ലൈഫ് സ്കിൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത പല കേസുകൾ, ഇവര് നമ്മുടെ അപ്രോച്ച്, നമ്മളെ ഒരു 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 സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എങ്ങനെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, എൻഡ് ഓഫ് ദി ഡേ അതാ. എനിക്ക് കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ എനിക്കൊരു ക്രൈസിസ് ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോ അത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം ടോട്ടലി ഫെഡ് അപ്പ്, ഐ എം ടോട്ടലി കെയോട്ടിക് ആണ്. സി, നിങ്ങളുടെ ആ ഒരു സ്കില്ല് തന്നെയാണ് ഏത് ഇൻഡസ്ട്രി നോക്കുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് ജസ്റ്റ് അബൌട്ട് ആപ്പിൾ. ഏതൊരു കോർ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്കിൽസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്റെ ഒരു ഒപ്പീനിയൻ, apple.in എന്നൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് കരിയേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കാണാം. പിന്നെ ലിങ്ക്ഡിനിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ ഇൻ ക്യാമ്പസ് ഡ്രൈവ്സ് ആപ്പിൾ നടത്തുന്നുണ്ട് ഇപ്പൊ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ വെണ്ടേഴ്സ് വഴി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആപ്പിൾ വർക്ക് ചെയ്യാൻ. ലൈക്ക് TCS, ഇൻഫോസിസ്, അവിടെയൊക്കെ ഒരുപാട് അവര് ത്രൂ ഔട്ട് തേർഡ് പാർട്ടി വഴി ആപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ ആപ്പിളിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ട്രൈ ചെയ്യുക. നിങ്ങള് ഇറ്റ്സ് നോട്ട്, നിങ്ങൾ ഏതൊരു ജോലിക്കും ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ പിള്ളേരോട് എനിക്ക് പറയാനുള്ള കാര്യം, ലൈഫ് സ്കിൽ ഈസ് റിയലി ഇമ്പോർട്ടന്റ്. നിങ്ങൾ യു ഷുഡ് ലേൺ ഹൗ ടു സർവൈവ് ദ സിറ്റുവേഷൻ. ഇറ്റ്സ് നോട്ട്, ഡോണ്ട് തിങ്ക് ദാറ്റ് എവറി ഇന്റർവ്യൂ ഇസ് ആൻ എക്സ്പീരിയൻസ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ലൈക്ക് നമ്മൾ പഠിച്ച കോഴ്സിന്റെ ക്വാളിറ്റിയോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോഴ്സ് എത്ര ഗ്രേഡ് സെക്യൂർ ചെയ്തെന്നോ, അല്ലെങ്കിൽ എനിക്ക് 10th അല്ലെങ്കിൽ 12th എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായതുകൊണ്ട് ഞാനൊരു ഗുഡ് കാൻഡിഡേറ്റ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മേ ബി ആ ക്രൈറ്റീരിയാസ് നിങ്ങൾ ഒരു പക്ഷേ ഒരു സ്ക്രീനിങ്, ഇനീഷ്യൽ സ്ക്രീനിങ്ങിനൊക്കെ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കോളേജിന്റെ അലൂമിനി സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ്സ് ഒക്കെ നിങ്ങളുടെ ഇനീഷ്യൽ സ്ക്രീനിങ്ങിന് നിങ്ങൾ ഹെൽപ്ഫുൾ ആകും. പക്ഷെ ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്കിൽസും നോളജും ആണ് കൂടുതലും ആളുകൾ അസസ് ചെയ്യാം. അപ്പോ എനിക്ക് പറയാനുള്ളത്, ട്രൈ ടു ഇംപ്രൂവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, ഓരോ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. നമ്മുടെ വർക്കിലും അത് തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു രാവിലെ ഒരു എസ്കലേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിലും ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ വർക്കിലെ സിറ്റുവേഷൻ മാനേജ് ചെയ്യണം. കാരണം മേ ബി അവിടെ നമ്മുടെ ഒരു കെയർലെസ്നെസ് കാരണം ഉണ്ടാവുന്ന ലോസ് മേ ബി കുഡ് ബി വെരി ഹ്യൂജ്, വളരെ ഹ്യൂജ്, നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ലോസ് ആയിരിക്കും. അതുപോലെയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നമുക്ക് അത്രയും വലിയ ലോസ് ഉണ്ടാവണമെന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് സ്കിൽസ്, നിങ്ങളുടെ സ്കിൽസ് യൂസ് ചെയ്യുന്നതിലും
ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ നിങ്ങളുടെ സ്കിൽസ് യൂസ് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ ഒരു ജോബ് മാർക്കറ്റിൽ എനിക്കറിയാം, ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അത്രയും ടൈറ്റ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മേ ബി 1000 പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആ 1000 പേരിൽ നിന്ന് നിങ്ങൾ ഒരാൾ ദ ബെസ്റ്റ് വൺ ആയിട്ട് നിങ്ങൾ കയറി വന്നെങ്കിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ഇത്ര ഹാർഡ് വർക്ക് നിങ്ങളെ ഐ മീൻ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ സിംഗിൾ ഡേ. നമുക്ക് ടൈം കിട്ടുമ്പോ ഒരു നിങ്ങൾ ഞാൻ 20-ാം വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയതാ. ഇറ്റ്സ് നൗ ഐ എം 30 വെരി സൂൺ. സോ ലാസ്റ്റ് 10 ഇയറിൽ ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദ വൺ ഗുഡ് തിങ് ഐ ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ് ഈസ് ഐ ട്രൈ ടു motivate myself every day. I try to improve my skills. Like I was studying a very basic level school, like ഒരു ഒരു മലയാളം മീഡിയം സ്റ്റേറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. English was definitely a big thing for me. I mean, initially. Yeah. So communication is really important. നിങ്ങൾ ഏത് ജോലിക്കും അപ്ലൈ ചെയ്താലും കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞ ലാംഗ്വേജ് അല്ല, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ലാംഗ്വേജ് ഇസ് വണ്ടർഫുൾ. മേ ബി നിങ്ങൾ നല്ല ഗ്രാമറിലും നിങ്ങൾ നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുമായിരിക്കും. ബട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എങ്കിൽ, ഞാനത് ഒരുപാട് ഫേസ് ചെയ്താണ് എന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. ഞാൻ ഇപ്പോഴും അധികം പൂർണ്ണമായിട്ട് മുക്തനായി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് ഡൗൺസ് വന്നിട്ടുണ്ട് എനിക്ക് എന്റെ അതുകൊണ്ട്. സോ ഇംപ്രൂവ് യുവർ സ്കിൽസ് എവറി ഡേ ലൈക്ക് ആദ്യത്തെ ഒരു 10-15 വർഷം ഇംപ്രൂവ് യുവർ സ്കിൽ. നിങ്ങളൊരു ലോങ് ടൈം കരിയർ ആണ്, നിങ്ങളൊരു വണ്ടർഫുൾ കരിയർ ആണ് നോക്കുന്നെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സ്കിൽസ്. അപ്ഗ്രേഡ് എവറി ഡേ, ട്രൈ ടു ലേൺ സംതിങ് ന്യൂ എവറി ഡേ എന്ന് നമ്മൾ പറയണ പോലെ. അത് പണ്ടാരോ വിവരമുള്ള ആരോ പറഞ്ഞതാണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അത് ലൈഫിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പുതിയ സ്കില്ലും എവറി ഡേ ഇഫ് യു ട്രൈ ടു ലേൺ സംതിങ് ന്യൂ എവറി ഡേ, നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടാവില്ല. അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പറയാനുള്ളൂ. അടിപൊളി. അതൊരു സത്യം പറഞ്ഞാൽ ഐ വാസ് ഇൻ എക്സ്പെക്ടിങ് ദിസ് റിപ്ലൈ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ. പക്ഷേ യു സെഡ് റിയലി നൈസ്. കാരണം ലൈഫ് സ്കിൽസ് ആണ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഞാനിപ്പം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ചാനലിൽ ഇപ്പൊ സെൽഫ് ഡെവലപ്മെന്റ് ബേസ്ഡ് കാര്യങ്ങൾ, സെൽഫ് ഗ്രോത്ത് ബേസ്ഡ് കാര്യങ്ങളാണ് ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പേഴ്സണൽ പ്ലസ് പ്രൊഫഷണൽ കാര്യങ്ങളാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ദർ ഇസ് നോ മാൻ, ലൈക്ക് വിഷ്ണു പറഞ്ഞ പോലെ എത്ര ഡിഗ്രി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും അത് കുറച്ചും കൂടി അതിന് വേണ്ട റെലവൻസ് വേണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ലൈഫ് സ്കിൽസും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ലൈക്ക് നമ്മള് EVS-ഉം ജിയോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന പോലെ അത് ഇപ്പൊ ഒരുപാട് സിലബസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കയറി അതൊക്കെ ശരിക്കും സിലബസിൽ തറവായിട്ട് ഡീപ്പിലേക്ക് ഇറങ്ങി ചെന്നാലാണ് ഇനിയുള്ള ജനറേഷൻ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജസ്റ്റ് സ്പൂൺ ഫീഡ് ചെയ്ത് വരുന്ന നമ്മുടെയൊക്കെ ഒരു ജനറേഷന്റെ ഗുണം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മളൊക്കെ കുറെ കൊണ്ടും കിട്ടിയും മേടിച്ചും വന്ന ആൾക്കാരാണ്. നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് നാണം കെട്ടും. ഞാനൊക്കെ ഒരുപാട് നാണം കെട്ടുണ്ട് കോളേജുകളിലെ ക്യാമ്പസ് ഇന്റർവ്യൂവിനൊക്കെ മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാം. ഈവൻ സംസാരിക്കാൻ പറ്റിയാലും അപ്പുറത്തിരിക്കുന്ന HR-ന് ഒരു പക്ഷെ ഞാൻ എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതൊക്കെ നമുക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള ജനറേഷനിലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന അതൊക്കെ നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് വരണം. അത് വന്ന് കരിക്കുലം മൊത്തത്തിൽ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പലപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈഫ് സ്കിൽസ് വേണം. ലൈഫ് സ്കിൽസ് വന്നാലാണ് ഇനി ഇതിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേണമല്ലോ വരുന്നത്. ഇപ്പൊ ഉണ്ടാകുന്ന കോമ്പറ്റീഷന്റെ 100 ഇരട്ടി എനിക്കൊരു 10 കൊല്ലം കഴിഞ്ഞ് വരുന്നത്. വേൾഡ് പോണ സ്പീഡ് അതാണ്. മനുഷ്യൻ കോമ്പറ്റ് ചെയ്യുന്ന AI പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്തിന്റെ എത്രയോ ഒരു മനുഷ്യൻ വർക്ക് ചെയ്യുന്ന സമയത്തിന്റെ നിസ്സാര സമയം കൊണ്ട് AIക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. ഒരു 5-10 കൊല്ലം കഴിഞ്ഞ് നമ്മളിപ്പോ ഉള്ള സിബ്ലിങ്സിന്, നമ്മുടെ കിഡ്സിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്ഡ് ആയിരിക്കും, സിലബസ് മാറുമായിരിക്കും, സ്കിൽ ഡെവലപ്പ് ആവണം. ഓക്കെ, അടിപൊളി. അപ്പം ഇത്രയും നേരം ഒത്തിരി നല്ല ഇൻസൈറ്റ്സ് പ്ലസ് ലാസ്റ്റ് എൻഡിങ്ങിൽ ഈ പറഞ്ഞ വളരെ അടിപൊളി ഇൻസൈറ്റ്സ് എല്ലാം തന്ന വിഷ്ണുവിനുള്ള ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. വിഷ്ണുവിനെ നിങ്ങൾ തീർച്ചയായിട്ടും ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുക. ലിങ്ക്ഡിനിൽ ഏകദേശം 10K ഫോളോവേഴ്സ് ഉണ്ട് വിഷ്ണുവിന്. അപ്പം എന്തൊരു ചോദ്യങ്ങൾക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഹംബിൾ ആയിട്ട് ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു. ആൻഡ് വെരി ഹാപ്പി ടു ഹോസ്റ്റ് യു ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ. താങ്ക് യു സോ മച്ച്. സജിത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജിത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മേ ബി more than 8 years long. Maybe last in 2016 if I'm not mistaken. So സജിത്തുമായിട്ട് എനിക്ക് സജിത്തിന് അന്നേ അറിയാം. സജിത്ത് ഈസ് റിയലി ടാലന്റഡ്.
ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഐ ഡോണ്ട് നോ വെദർ യു സ്റ്റിൽ റിമെമ്പർ ആര്യ. ലാസ്റ്റ് ഞാൻ ഇപ്പോഴും യെസ്. ആര്യയായിട്ട് നല്ലൊരു ബോണ്ട്. അപ്പൊ ആര്യയായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സജിത്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. എനിക്കിപ്പോഴും സജിത്തിന്റെ ആ ഒരു ക്വാളിറ്റീസും ആ ഒരു കാലിബറും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സജിത്തിനെ അങ്ങോട്ട് സജിത്തിന്റെ വളരെ റാൻഡമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടപ്പോ ഇൻസ്റ്റാഗ്രാമില് ഞാൻ സജിത്തിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാണ് ചെയ്തത്. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ അതുകൊണ്ടാണ് സജിത്തിന് പറഞ്ഞത് സജിത്തെ നമുക്ക് ഒന്ന് ഇരിക്കണം, നമുക്ക് സംസാരിക്കണം. യാ. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്ലീസ് റീച്ച് ഔട്ട് മീ ഇൻ ലിങ്ക്ഡിൻ ഓർ ഇൻസ്റ്റാഗ്രാം ഓൾസോ. ഞാൻ കൂടുതലും ആക്റ്റീവ് ലിങ്ക്ഡിനിലാണ്. നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എനിത്തിങ് ലൈക്ക് എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു സെനാരിയോയില് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നത്തിങ് ടു ഹെസിറ്റേറ്റ്. ഐ മീൻ ഐ എം ഹാപ്പി ടു കോപ്പറേറ്റ്. ഐ എം സോ ഹാപ്പി ടു കണക്ട് വിത്ത് മോർ പീപ്പിൾ. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പുതിയ പുതിയ ആളുകളായിട്ട് സംസാരിക്കുക, അവരുടെ സ്കിൽ അക്വയർ ചെയ്യുക, പരസ്പരം സ്കിൽസ് ഷെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. വൺസ് അഗൈൻ സജിത്ത്, ഞാൻ സജിത്തിന്റെ ഈ ഒരു എഫേർട്സിനും ഈ ഒരു പ്രോഗ്രാമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സജിത്തിന്റെ ഈ ഒരു പോഡ്കാസ്റ്റ് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആൻഡ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വി വിൽ ഡെഫിനറ്റ്ലി ക്യാച്ച് വൺസ് അഗൈൻ. I would Yep. like to see you more. See you, man. Okay. See you, man. Thank you so I much. wish you all the best. I Yeah. wish you all the Thank best for you. the endeavor. See you, man. Yeah. Thank you so much. Thank you. Thank you. Bye bye.